പ്രകൃതിദത്തമായ ചുരക്കകളും മൃഗങ്ങളുടെ തോലുമായിരുന്നു മനുഷ്യന്റെ ആദ്യത്തെ കുപ്പികൾ. ദ്രാവകങ്ങൾ സൂക്ഷിച്ചുവെക്കാൻ അന്ന് മറ്റു മാർഗങ്ങളില്ലായിരുന്നു. നാഗരികത വളർന്നതോടെ കളിമൺ കുപ്പികൾ നിലവിൽ വന്നു. പുരാതന ഈജിപ്തിലും റോമിലും എണ്ണയും വീഞ്ഞും സൂക്ഷിക്കാൻ ഇത്തരം ഭരണികളാണ് ഉപയോഗിച്ചിരുന്നത്. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് റോമാക്കാരാണ് ഗ്ലാസ് കൊണ്ടുള്ള കുപ്പികൾ നിർമ്മിച്ചു തുടങ്ങിയത്. അന്ന് ഈവ വളരെ വിലപിടിപ്പുള്ളവയായിരുന്നു. 17-ാം നൂറ്റാണ്ടോടെ വീഞ്ഞ് സൂക്ഷിക്കുന്ന ഗ്ലാസ് കുപ്പികൾക്ക് ഇന്നത്തെ രൂപം ലഭിച്ചു. കുപ്പികൾ അടച്ചാൻ കോർക്കുകൾ ഉപയോഗിച്ചു തുടങ്ങിയത് അക്കാലത്താണ്. വ്യവസായ വിപ്ലവത്തോടെ കുപ്പികൾ വൻതോതിൽ നിർമ്മിക്കപ്പെട്ടു. മരുന്നുകൾക്കും പാനീയങ്ങൾക്കും ഗ്ലാസ് കുപ്പികൾ അനിവാര്യമായി മാറി. നമുക്കേവർക്കും പ്രിയപ്പെട്ട ഗോളിക്കുപ്പികൾ അഥവാ സോഡാ കുപ്പികൾ. വാതകമർദ്ദം ഉപയോഗിച്ച് കുപ്പി അടച്ചുപൂട്ടുന്ന വിദ്യ അന്ന് അത്ഭുതമായിരുന്നു. 70കളിൽ പ്ലാസ്റ്റിക് കുപ്പികൾ വിപണി കീഴടക്കി. ഭാരം കുറഞ്ഞതും പൊട്ടിപ്പോകാത്തതുമായ ഇവ ദാഹജലം കൊണ്ടുപോകുന്ന രീതി തന്നെ മാറ്റിമറിച്ചു. ആവശ്യങ്ങൾക്കനുസരിച്ച് കുപ്പികളുടെ രൂപവും മാറി. സുഗന്ധദ്രവ്യങ്ങൾ മുതൽ സ്പോർട്സ് കുപ്പികൾ വരെ ഇന്ന് വിപണിയിൽ വൈവിധ്യം തീർക്കുന്നു. പ്ലാസ്റ്റിക് പരിസ്ഥിതിക്ക് ദോഷമായതോടെ സ്റ്റീൽ, ഗ്ലാസ് കുപ്പികൾ വീണ്ടും പ്രിയങ്കരമായി. കുപ്പികൾ പുനരുപയോഗിക്കുക എന്നത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ചുരക്കയിൽ നിന്ന് തുടങ്ങിയ കുപ്പികളുടെ ചരിത്രം പരിസ്ഥിതി സൗഹൃദമായ നാളേക്കായി മാറുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.